മനുഷ്യനാകണം മനുഷ്യനാകണം ഉയർച്ച താഴ്ചകൾക്കതീതമായ സ്നേഹമേ. ഏത് വലിയ മഹാനടനായാലും ശരി, താരമായാലും ശരി, മെഗാസ്റ്റാർ ആയാലും ശരി, സൂപ്പർ സ്റ്റാർ ആയാലും ശരി, ആദ്യം മനുഷ്യനാകണം. നിഷ്പക്ഷതയൊക്കെ അത് കഴിഞ്ഞിട്ട് മതി എന്നാണ് എന്റെ അഭിപ്രായം. ഇന്നലെ മഹാനടൻ മമ്മൂട്ടി, മഹാനടൻ, ഈ മഹാനടൻ എന്നൊക്കെ പറഞ്ഞ സിനിമയിൽ മാത്രമുള്ള കാര്യം കേട്ടോ. നീളത്തിറങ്ങുമ്പോ ഏത് മനുഷ്യനും താരമൊക്കെ വെറും മനുഷ്യനാണ്. മമ്മൂക്ക ചൂരൽമല സന്ദർശിച്ചു. അപ്പൊ CPIMന്റെ വയനാട് ജില്ലാ സെക്രട്ടറി റഫീഖ് അദ്ദേഹത്തിന്റെ പിന്നാലെ തന്നെ നടക്കുന്നുണ്ടായിരുന്നു. സത്യത്തിലെ കാര്യങ്ങൾ മമ്മൂക്കയ്ക്ക് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഭവ്യതയോടെ കുനിഞ്ഞു ബഹുമാനത്തോടെ നിൽക്കുന്ന റഫീഖിനോട് അഹങ്കാരത്തിന്റെ ആൾരൂപമായ മഹാനടൻ പറയാ, നിങ്ങൾ എന്തിനാ എപ്പോഴും എന്റെ കൂടെ തന്നെ നിൽക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നതാണെന്ന് ആളുകൾ വിചാരിക്കില്ലേ എന്ന്. ഞാനും മമ്മൂക്കയും രമേഷ് പിഷാരുടെയും ആന്റോയും ഒക്കെ വയനാട് പ്രളയം ഉണ്ടായപ്പോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകിയവരിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഉയരുന്ന ഓരോ വീടും, വെക്കുന്ന ഓരോ കല്ലും നമ്മൾക്ക് കൂടി അഭിമാനിക്കാൻ വക നൽകുന്നതാണ്. ഇതൊരു നാടിന്റെ സ്വത്താണ്. നമുക്കും അവിടെ പോകാം, അത് കാണാം, അത് സന്തോഷിക്കാം. അവിടെ പൂർത്തിയാക്കപ്പെട്ടത് 178 വീടുകളാണ്. അതിൽ 100 വീടിനുള്ള പണം സർക്കാരിന് നൽകിയത് DYFI എന്ന യുവജന സംഘടനയാണ്. ആ DYFIയുടെ സജീവ പ്രവർത്തകനായിരുന്നു റഫീഖ്. ആ 100 വീടിനുള്ള പണം സമാഹരിക്കാൻ വേണ്ടി ആക്രി പെറുക്കി കൂലിപ്പണി ചെയ്ത് വെയില് കൊണ്ട് അലഞ്ഞ മനുഷ്യരിൽ ഒരാളായ വയനാടിന്റെ CPIM ജില്ലാ സെക്രട്ടറി ഇപ്പോ ആയ റഫീഖിന് മമ്മൂക്ക ആ വീടുകൾ സന്ദർശിക്കാൻ ചെല്ലുമ്പോൾ അവിടെ നിൽക്കാനുള്ള എല്ലാ യോഗ്യതയുണ്ട്. മമ്മൂക്ക എല്ലാ യോഗ്യതയുണ്ട്. അയാൾ അതിന് അർഹനാണ്. ശരിക്ക് അങ്ങേക്ക് റഫീഖിനെ മാറ്റി നിർത്താൻ അങ്ങേക്ക് എന്ത് യോഗ്യതയാണുള്ളത്? മനുഷ്യനാവണം ആദ്യം, എന്നിട്ടുണ്ടാക്ക് നിലയും വിലയും. അതും കൂട്ടത്തിലുണ്ടാക്കല്ല വേണ്ടത്, സ്വയം ഉണ്ടാവട്ടെ. അതാ കഴിവ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു മമ്മൂക്കയെ നേരിട്ട് കാണണം, മിണ്ടണം എന്നതൊക്കെ. പക്ഷെ ഇന്നലത്തോടെ ഞാൻ ഞെട്ടിപ്പോയി രംഗം കണ്ട്. ഞാൻ ആഗ്രഹം ഉപേക്ഷിക്കുക. നമ്മളിതുപോലെ ഭയങ്കര സ്നേഹമായിട്ടും ആരാധനയോടും കൂടിയൊക്കെ ചെല്ലുമ്പോ ആയിരിക്കും പുള്ളി ഇതുപോലൊക്കെ പെരുമാറുന്നത്. എന്തിനാ വെറുതെ? എനിക്കിപ്പോ സത്യത്തിലെ ഭയാണ് മമ്മൂക്കയുടെ അടുത്ത് പോകാനോ സംസാരിക്കാൻ ശ്രമിക്കാനോ ഒക്കെ.